സോ ഹായ് ഗായ്സ്, ഇന്നലെ എൻ്റെ കസിൻ്റെ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലവൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സാംസങ് ഗാലക്സി S21 FEയിൽ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. മീൻസ് ഈ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ, ഈ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഏപ്രിലത്തെ, അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവൻ വാറൻറ്റി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 months ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ വേഗം സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്തപ്പോൾ ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ ചെയ്തതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് ഫോൺ കുറച്ച് ചൂടായിരുന്നു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ ചൂടാവുന്ന സമയത്ത് തന്നെ അവൻ ചാർജിൽ കുത്തിവെച്ചു, ചാർജറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ റീസ്റ്റാർട്ടായി വന്നപ്പോൾ ഈ സൈഡിൽ 2 സൈഡിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാണാൻ കിട്ടി അവൻ്റെ ഫോണിൽ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാൻ പോവുകയാണ് നിങ്ങൾക്ക്. ആ ടിപ്പ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് ഗ്യാരണ്ടീഡ് അല്ല, എന്നാലും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാംസങ് ഗാലക്സി ഫോൺസിൽ അല്ലെങ്കിൽ ഏത് ഫോണായിക്കോട്ടെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഉടനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അത് പാടില്ല. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാൻ പോണത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഗ്യാരണ്ടീഡ് ഒന്നുമല്ല, പ്രൂവ്ഡ് ഒന്നുമല്ല. പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇതുമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററി പെർസെൻറ്റേജ് 80% ആക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നത് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണിൻ്റെ ബാക്ക് കവർ ഊരിയിട്ട് ഫോണിനൊന്ന് കൂൾ ഡൗൺ ആവാൻ സമ്മതിക്കുക. മീൻസ് ഒരു 20 to 30 minutes ഒന്ന് കൂൾ ഡൗൺ ആവട്ടെ. ആയി കഴിഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടില്ലേ, അതിൽ പോയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. പക്ഷേ കവർ ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാൾ പ്രസ് ചെയ്യേണ്ട, കവർ ഊരിയിട്ട് ഇങ്ങനെ ഫോണിൻ്റെ മേലെ, മീൻസ് കവറിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇൻസ്റ്റാളിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ട് വരുന്നത്. ഞാൻ ഫോൺ ഒരിക്കലും മീൻസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത ഉടനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാറില്ല. ഒരു 30 minutes വെയിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഫോൺ ഹീറ്റ് ആവണോണ്ടാണ് ഇങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത്. ബിക്കോസ് നമ്മൾ ഫോണിൽ ചാർജറിൽ കണക്ട് ചെയ്തിട്ട്, ചിലപ്പോൾ ചിലർ ഫോണിൽ ചാർജറിൽ കണക്ട് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്തോടെ തന്നെ ഫോൺ ഹീറ്റായി ഇരിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റാൾ കൊടുക്കും. അതുകൊണ്ടാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നിങ്ങൾ അടുത്ത ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചാൻസസ് കുറവാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്